നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിലെ 16-ാമത്തെ നാമമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓം മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷകായൈ നമ. ഇങ്ങനെയാണ് ആ നാമം. അപ്പോൾ മുഖചന്ദ്രകളങ്ക ആഭ മൃഗനാഭി ചേർത്ത് പറയണം. വിശേഷകായൈ നമ. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഖമാകുന്ന ചന്ദ്രൻ. ആ മുഖമാകുന്ന ചന്ദ്രൻ, നിങ്ങൾ ചന്ദ്രനെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? ചന്ദ്രനിൽ കളങ്കം ഉണ്ട്. കളങ്കം മീൻസ് അടയാളമുണ്ട്. പൂർണ്ണചന്ദ്രനിൽ കവികൾ പറയുന്നു മുയലാണ് കാണുന്നതെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു മാനാണ് കാണുന്നതെന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ മൃഗനാഭി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗം എന്ന് പറഞ്ഞാൽ ഏണം, നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിള്. മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരിമാനിൻ്റെ കസ്തൂരിയെയാണ് മൃഗനാഭി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സുഗന്ധപൂരിതമായ വസ്തുവാണ് മൃഗനാഭി അഥവാ കസ്തൂരി. അപ്പോൾ മുഖചന്ദ്ര കളങ്കം, അപ്പോൾ ദേവിയുടെ മുഖമാകുന്ന ആ ചന്ദ്രശോഭ, അപ്പോൾ ആ മുഖത്ത് കളങ്കമായി ഇരിക്കുന്ന, അതായത് തിലകക്കുറിയായിട്ട് മൃഗനാഭി മീൻസ് കസ്തൂരി തിലകമണിഞ്ഞവൾ, കസ്തൂരി തിലകമണിഞ്ഞ ചന്ദ്രന്റെ ആ പ്രഭയോടുകൂടിയ, അതുപോലെ ആ നല്ല ശോഭയുള്ള മുഖത്തോടു കൂടിയ ആ ദേവിയുടെ മുഖത്ത് തിലകക്കുറിയായി കസ്തൂരി തിലകം അണിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. മുഖമാകുന്ന ചന്ദ്രനിലുള്ള കളങ്കം പോലെ ശോഭിക്കുന്ന കസ്തൂരി തിലകത്തോടു കൂടിയളായ അലയോ ദേവി, അവിടത്തേക്ക് നമസ്കാരം. അതാണ് ഓം മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷകായൈ നമ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ ദേവിയുടെ സ്ഥൂല ശരീരത്തിന്റെ വർണ്ണന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവി പൂ വച്ചിരിക്കുന്നു, ദേവി കിരീടം വച്ചിരിക്കുന്നു, കിരീടത്തില് 12 ആദിത്യന്മാര് മണികളായി വന്നിരിക്കുന്നു, പത്മരാഗങ്ങളായി വന്നിരിക്കുന്നു. അങ്ങനെ ദേവിയുടെ നെറ്റി, മനോഹരമായ നെറ്റിയെ കുറിച്ച് പറയുന്നു. ആ നെറ്റിയും ദേവി ധരിച്ചിരിക്കുന്ന ചന്ദ്രക്കലയും ചേർത്ത് വെച്ചാൽ പൂർണ്ണചന്ദ്രനാകും, അത്ര മനോഹരമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ദേവിയുടെ നെറ്റിയിൽ കസ്തൂരി തിലകക്കുറി ദേവി അണിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ദേവിയുടെ 16-ാമത്തെ നാമമാണ്. ഇനി നമുക്ക് അടുത്ത നാമം അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.